ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി സെക്കൻഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. In order to maintain uniformity and consistency in accounting records, certain rules or principles have been developed which are generally accepted by the accounting profession. These rules are called by different names such as principles, concepts, conventions, assumptions and modifying principles. അതായത് ഓരോ കമ്പനിയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് അക്കൗണ്ടിംഗ് പ്രൊഫഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റൂൾസുകളുടെയും പ്രിൻസിപ്പിൾസുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. അതായത് പലതരം കമ്പനികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആ കമ്പനികളെല്ലാം ഫോളോ ചെയ്ത് പോകേണ്ടത് ഒരേ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. ഈ ഒരു റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസും എല്ലാ കമ്പനികളും മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുമാണ്. ഈ ഒരു റൂളിനെ പലതരം പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, അസംഷൻസ് ആൻഡ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. അടുത്ത ടോപ്പിക്കാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. ഇതൊരു 13 കൺസെപ്റ്റ്സുകളുണ്ട്. ഓരോന്നും എന്താ നോക്കാം. ആദ്യത്തെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, രണ്ടാമത്തെ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, മൂന്നാമത്തെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, 4 അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, 5 കോസ്റ്റ് കൺസെപ്റ്റ്, 6 ഡുവൽ ആസെപ്റ്റ് കൺസെപ്റ്റ്, 7 റവന്യൂ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ്, 8 മാച്ചിങ് കൺസെപ്റ്റ്, 9 ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്, 10 കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, 11 കൺസർവേറ്റിസം കൺസെപ്റ്റ്, 12 മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, 13 ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സിനെയും ഉടമയെയും രണ്ടായി വേർതിരിച്ച് കാണണം. ബിസിനസ്സിന് സ്വന്തമായി സ്വത്തും ബാധ്യതകളും ഉണ്ട്. ഉടമയുടെ വ്യക്തിപരമായ സ്വത്തോ ബാധ്യതയോ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇതിനെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. പണത്തിൻ്റെ അളവിൽ രേഖപ്പെടുത്താനാകുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിംഗ് രേഖകളിൽ ഉൾപ്പെടുത്താനാകുകയുള്ളൂ. മൂന്നാമത്തേണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഒരു സ്ഥാപനം ഭാവിയിലും തുടർച്ചയായി പ്രവർത്തിക്കുമെന്ന് കരുതി അക്കൗണ്ടിംഗ് രേഖകൾ തയ്യാറാക്കുന്നു. അതായത് ഉടൻ അടച്ചു പൂട്ടില്ല എന്ന് വിചാരിച്ച് ഭാവിയിലും അവരിത് തുടർന്നു പോകുമെന്ന് വിചാരിച്ച് ഒരു അക്കൗണ്ടിംഗ് രേഖകൾ തയ്യാറാക്കുന്നു. നാലാമത്തേതാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധികളായി, അതായത് സാധാരണ 1 വർഷം വിഭജിച്ച് അതിൻ്റെ ലാഭനഷ്ടം കണക്കാക്കുന്നു. സാധാരണയായി ഒരു അക്കൗണ്ടിംഗ് കാലയളവ് എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അഞ്ചാമത്തേതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം അസറ്റുകൾ വാങ്ങിയ വിലയിലോ ചെലവിലോ, അതായത് ആക്ച്വൽ കോസ്റ്റാണ് അക്കൗണ്ടിംഗ് രേഖകളിൽ രേഖപ്പെടുത്തേണ്ടത്. മാർക്കറ്റ് വിലയിൽ നമ്മളത് രേഖപ്പെടുത്താനായിട്ട് പാടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിങ് 5 കോടി രൂപയ്ക്കാണ് നമ്മളത് വാങ്ങിയെങ്കിൽ അക്കൗണ്ടിംഗ് രേഖകളിൽ നമ്മൾ 5 കോടി എന്ന് തന്നെ രേഖപ്പെടുത്തണം. അല്ലാതെ മാർക്കറ്റ് വിലയനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും അതിൻ്റെ വിലയിൽ നമ്മൾ മാറ്റം വരുത്തരുത്. എത്ര രൂപയ്ക്കാണോ നമ്മളത് വാങ്ങിയത് ആ രൂപ മാത്രമായിരിക്കും അതിൽ രേഖപ്പെടുത്തേണ്ടത്. ആറാമത്തേതാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം ഓരോ ഇടപാടിനും 2 വശങ്ങളുണ്ടായിരിക്കും, അതായത് ഡെബിറ്റും ക്രെഡിറ്റും. അപ്പോൾ ഓരോ ഇടപാടും അക്കൗണ്ടുകൾ 2 അക്കൗണ്ടുകളായിട്ടായിരിക്കും ബാധിക്കുക. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അസറ്റ് ഈക്വൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഏഴാമത്തേതാണ് റവന്യൂ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ്. വരുമാനം അത് ലഭിക്കുന്ന സമയത്തല്ല, ഉണ്ടാകുന്ന സമയത്ത് തിരിച്ചറിയണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധനങ്ങൾ വിറ്റ് ക്യാഷ് അടുത്ത മാസം ലഭിച്ചാലും വിറ്റ മാസത്തിലാണ് വരുമാനം രേഖപ്പെടുത്തേണ്ടത്. എട്ടാമത്തേതാണ് മാച്ചിങ് കൺസെപ്റ്റ്. ഓരോ അക്കൗണ്ട് കാലയളവിലും ആ കാലയളവിലെ വരുമാനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ രേഖപ്പെടുത്തണം. ഒമ്പതാമത്തേതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് എല്ലാ പ്രധാന വിവരങ്ങളും അക്കൗണ്ട് രേഖകളിൽ റിപ്പോർട്ടുകളിലും രേഖപ്പെടുത്തിയിരിക്കണം. ഇതിനെയാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പത്താമത്തേതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ഒരു സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ട് നയങ്ങളും രീതികളും ഒരു കാലയളവിൽ സ്ഥിരമായി തുടരണം. അതായത് 1 വർഷം ഉപയോഗിച്ച
രീതി അടുത്ത വർഷങ്ങളിൽ തുടർന്നിരിക്കണം. അതുവഴി സാമ്പത്തിക റിപ്പോർട്ടുകൾ തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. 11ാമത്തേതാണ് കൺസർവേഷൻ കൺസെപ്റ്റ്. ലാഭം കുറവായി കാണിക്കുകയും നഷ്ടം ഉയർത്തി രേഖപ്പെടുത്തുകയും വേണം. ഇതിനെയാണ് കൺസർവേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 12ാമത്തേതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ഒരു അക്കൗണ്ടിങ്ങിൽ പ്രാധാന്യമുള്ള വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തണം, ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപയ്ക്ക് ചെറിയ സ്റ്റേഷനറി കാര്യങ്ങൾ വാങ്ങി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. 13ാമത്തേതാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് അക്കൗണ്ട് രേഖകളിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള എവിഡൻസുകൾ മാത്രമായിരിക്കും രേഖപ്പെടുത്തേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാലൻസ്, ബാങ്ക് ബാലൻസ്, റെസിപ്റ്റ്, ഇൻവോയ്സ് എന്നിവയിൽ എന്താണോ രേഖപ്പെടുത്തിയത് ആ വില മാത്രമായിരിക്കും നമ്മൾ അക്കൗണ്ട് രേഖകളിൽ രേഖപ്പെടുത്താനായിട്ട് പാടുള്ളൂ. അല്ലാതെ മറ്റൊരാളുടെ മനസ്സിൽ തോന്നുന്ന വില രേഖപ്പെടുത്താനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത പാർട്ടാക്കിയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.